ബൾഗേറിയയിലെ ഭാവി പ്രവചനം നടത്തിയിരുന്ന ഒരു പ്രവാചകയാണ് ബാബ വങ്ക. 12-ാം വയസ്സിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് തനിക്ക് ഭാവി കാര്യങ്ങൾ കാണാൻ സാധിച്ചിരുന്നതായി ബാബ വങ്ക അവകാശപ്പെട്ടിരുന്നു. അതുകൂടാതെ മറ്റു പല പ്രവചനങ്ങളും അവർ നടത്തിയിരുന്നു. ബാബ വങ്കയും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളെ വിശ്വസിക്കുന്നവർ നിരവധിയാണ്. എന്നാൽ ഇതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം ബാബ വങ്കയുടെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകാറുണ്ടെന്ന റിപ്പോർട്ടാണ്. ഇപ്പോഴിതാ 2025-ലെ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായി തുടങ്ങിയെന്നാണ് വിവരം. 2700-ൽ അധികം ആളുകൾ കൊല്ലപ്പെട്ട സമീപകാലത്തെ വലിയ ദുരന്തമായിരുന്നു 2025 മാർച്ച് 28-ന് മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പം. 2700-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ട സമീപകാലത്തെ വലിയ ദുരന്തമായിരുന്നു 2025 മാർച്ച് 28-ന് മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പം. ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 4500-ലധികം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. അപകടത്തിൽ 441 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതിനാൽ മരണസംഖ്യ ഉയരുമെന്നാണ് വിലയിരുത്തൽ. ഇതുകൂടാതെ 2025-ൽ ലോകത്ത് വലിയ ഭൂചലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ബാബ വാങ്ക പ്രവചിച്ചതായാണ് റിപ്പോർട്ട്. കൂടാതെ 2025-ൽ യൂറോപ്പിൽ ഒരു യുദ്ധവും ലോകമെമ്പാടും സാമ്പത്തിക ദുരന്തവും ഉണ്ടാകുമെന്നും പ്രവചിച്ചിട്ടുണ്ട്. 2025 മനുഷ്യരാശിയുടെ പതനത്തിന് തുടക്കം കുറിക്കുമെന്നാണ് ബാബ വാങ്ക പറഞ്ഞതായും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മ്യാൻമർ ഭൂകമ്പത്തിന് 2 ദിവസത്തിന് ശേഷം ഓഷ്യാനിയ രാജ്യമായ ടോങ്കയിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കൂടാതെ പസഫിക് ദ്വീപ് രാജ്യത്തിന് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്നുവെന്നാണ് അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർ പറയുന്നത്. 1996-ൽ മരിക്കുന്നതിന് മുൻപ് ബാബ വാങ്ക നിരവധി പ്രധാന ലോക സംഭവങ്ങൾ പ്രവചിച്ചിരുന്നു. 2005-ൽ യൂറോപ്പിൽ ഒരു യുദ്ധം ആരംഭിക്കുമെന്നും അത് ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയെ നശിപ്പിക്കുമെന്നും പ്രവചിച്ചിരുന്നു. മനുഷ്യർ ഇതര ഊർജ്ജ സ്രോതസ്സുകൾക്കായി മറ്റു ഗ്രഹങ്ങളിലേക്ക് പോകുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. 2033-ൽ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകി സമുദ്രനിരപ്പിൽ ഗണ്യമായ വർധനവിന് കാരണമാകുമെന്നും ബാബ വാങ്ക പ്രവചിച്ചു. ഇത്തരത്തിൽ 5079 വരെ, അതായത് ലോകം അവസാനിക്കുമെന്ന് ബാബ വാങ്ക പറയുന്ന വർഷം വരെയുള്ള പ്രവചനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. 2130-ൽ മനുഷ്യർ അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. 1911-ൽ ബാൽജേലിയ പാണ്ടേല ദിമിട്രോവ എന്ന പേരിൽ ജനിച്ച ബൾഗേറിയൻ മിസ്റ്റിക്കും രോഗശാന്തിക്കാരിയുമായ ബാബ വങ്ക ഭാവി കാണാനുള്ള കഴിവ് കൊണ്ട് പ്രശസ്തയാണ്. ലോകത്തിൽ സാധ്യമായ എന്തും, ഭാവിയിലെ സാങ്കേതിക പുരോഗതി വരെ പ്രവചനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അവരുടെ ചില പ്രവചനങ്ങൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ സത്യമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും മറ്റുള്ളവ പലപ്പോഴും അവ്യക്തവും ആളുകളെ ആശ്രയിച്ച് വ്യാഖ്യാനിക്കാൻ അനുവദിക്കുന്നതുമാണ്. പുതുവത്സരം ആരംഭിക്കുമ്പോൾ ബാൽക്കണിലെ നോസ്ട്രാഡാമസ് എന്നറിയപ്പെടുന്ന അന്ധനായ ബൾഗേറിയൻ മിസ്റ്റിക്ക് ബനാവാങ്കയുടെ നിഗൂഢവും പലപ്പോഴും വിചിത്രവുമായ പ്രവചനങ്ങളിലേക്ക് ലോകം കണ്ണോടിക്കാറുണ്ട്. ഭാവി സംഭവങ്ങൾ മുൻകൂട്ടി കാണാനുള്ള അസാധാരണമായ കഴിവിന് പേരുകേട്ട വങ്കയുടെ പ്രവചനങ്ങൾ എല്ലായ്പ്പോഴും ആകർഷണീയതയ്ക്കും ചർച്ചയ്ക്കും കാരണമായിട്ടുള്ളതാണ്. ബാബ വങ്കയുടെ പ്രവചനങ്ങൾ വിശ്വാസികളെയും സംശയാലുക്കളെയും ഒരുപോലെ ആകർഷിച്ചിട്ടുണ്ട്. അവയ്ക്ക് പ്രവചന ശക്തികൾ ഉണ്ടെന്ന് വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്. അതേസമയം സംശയാലുക്കൾ അവരുടെ പ്രവചനങ്ങൾ വെറും യാദൃച്ഛികമാണോ, സംഭവാനന്തര വ്യാഖ്യാനങ്ങളാണോ എന്ന് ആരോപിക്കുന്നുണ്ട്. 1996-ൽ അവർ മരിച്ചിട്ടും ബാബ വങ്കയുടെ പാരമ്പര്യം ഗണ്യമായി തുടരുന്നുണ്ട്. ഭാവിയിലേക്കുള്ള നേർക്കാഴ്ചകൾക്കായി അവരുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം വിശകലനം ചെയ്യുന്ന നിരവധി ഉത്സാഹികളുടെ മനസ്സിനെ അവരുടെ പ്രവചനങ്ങൾ ആകർഷിക്കുന്നത് തുടരുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ദീർഘവീക്ഷണം അത് യാഥാർത്ഥ്യമോ യാദൃച്ഛികമോ ആയി കണക്കാക്കിയാലും പ്രവചനത്തിന്റെയും നിഗൂഢതയുടെയും മേഖലയിൽ അവരെ ഒരു പ്രധാന വ്യക്തിയാക്കി മാറ്റിയിട്ടുണ്ട്. അവരുടെ പ്രവചനങ്ങളിലുള്ള നിരന്തരമായ താല്പര്യം അജ്ഞാതമായതിന്റെ നിലനിൽക്കുന്ന ആകർഷണത്തെയും മനസ്സിലാക്കലിനും ദീർഘവീക്ഷണത്തിനുമുള്ള മനുഷ്യന്റെ അന്വേഷണത്തെയും അടിവരയിടുന്നതാണ്. ഇന്നും ബാബ വാങ്കയുടെ പേര് ഒരു ജിജ്ഞാസയും ചർച്ചയും ഉണർത്തുന്ന കാര്യമാണ്. വരാനിരിക്കുന്നതിന്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യാൻ ശ്രമിക്കുന്ന എണ്ണമറ്റ വ്യക്തികളിൽ അവരുടെ പ്രവചനങ്ങൾ ചെലുത്തിയ ആഴത്തിലുള്ള സ്വാധീനം എടുത്തു കാണിക്കുന്നതാണ്. അവരുടെ പാരമ്പര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ പ്രവചന കഴിവുകളെ കുറിച്ചുള്ള സംഭാഷണം സജീവവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായി നിലനിർത്തുന്നതാണ്. ഈ വർഷം തന്നെ യൂറോപ്പ് ജനവാസമില്ലാത്തതായി മാറുമെന്ന് അവർ പ്രവചിച്ചിരുന്നു. ഒരു പുതിയ ഊർജ്ജ സ്രോതസ് സൃഷ്ടിക്കപ്പെടുമെന്നും ലോകവിശപ്പ് ഇല്ലാതാകുകയും മനുഷ്യർ ശുക്രനിലേക്ക് എത്തുമെന്നുമാണ് അവരുടെ പ്രവചനങ്ങളിലുള്ളത്.